flow through circular pipes. അപ്പോൾ അതിലൂടെ ഫ്ലോ കടന്നു പോകുമ്പം സാധാരണഗതിയിൽ ഐഡിയൽ കണ്ടീഷൻ means no losses actually, no friction. So അങ്ങനെ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകില്ല. So if you consider one section like this, section 1 അവിടെ വെലോസിറ്റി എല്ലായിടത്തും ഓരോ ലെയേഴ്സിന് ഇങ്ങനെ different layers if you consider in the flow, then every layer will not have the same velocity. Central layer means very close to the center of the pipeline or axis line. Here the axis is shown here. So avade velocity കൂടുതലായിരിക്കും. അപ്പോൾ ആ വേരിയേഷൻ ഓഫ് വെലോസിറ്റി പറഞ്ഞാൽ 0 at the walls because of no slip condition നമ്മൾ പറയും. No slip condition കാരണം the boundary, no slip condition means what? The boundary is stationary. ഈ പൈപ്പിന്റെ വാൾ സ്റ്റേഷനറി ആണല്ലോ. അപ്പൊ ലെയർ വിച്ച് ഈസ് ക്ലോസസ്റ്റ് ടു ദ ബൗണ്ടറി വിൽ നോട്ട് ഹാവ് എനി വെലോസിറ്റി അറ്റ് ഓൾ, റിലേറ്റീവ് മോഷൻ അറ്റ് ഓൾ. സോ ദാറ്റ് മീൻസ് ദ ലെയർ, fluid layer which is closest to the solid boundary will have the same velocity as that of the solid boundary. So solid boundary ഇപ്പം 0 velocity മൂവ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് fluid layer which is close to the wall will have 0 velocity. And that is due to the inherent property called viscosity. Okay, so the different layers will have different velocity. Central layer will have maximum. അത് എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, in the case of laminar flow or viscous flow, it is parabolic. And how do we know that? Second degree equation ആയതുകൊണ്ട് it is parabolic. Whereas shear stress, if you consider പൈപ്പിലുള്ള viscous resistance, shear resistance arising out of again the property viscosity, അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ it is linear. അതും റിലേഷനിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അത് ഷിയർ സ്ട്രെസ് അറ്റ് ദ സെന്റർ ഓഫ് ദ പൈപ്പ് ലൈൻ വേർ ദ വെലോസിറ്റി ഈസ് മാക്സിമം, ഷിയർ സ്ട്രെസ് വിൽ ബി 0. ആൻഡ് അറ്റ് ദ ബൗണ്ടറി വാളിലുള്ള ഷിയർ സ്ട്രെസ്, ഈ ഏറ്റവും വിസ്കസ് റെസിസ്റ്റൻസ് ഏറ്റവും കൂടുതൽ പൈപ്പിൽ എവിടെ, ഈ സെക്ഷൻ കൺസിഡർ ചെയ്താൽ നമ്മളെ പൈപ്പ് വാളിലാണ്. സോ ദ ഫ്ലൂയിഡ് ലെയർ വിച്ച് ഈസ് ക്ലോസസ്റ്റ് ടു ദ വാൾ, സോ ദാറ്റ് വിൽ ബി എക്സ്പീരിയൻസിങ് മാക്സിമം റെസിസ്റ്റൻസ് ടു ഫ്ലോ. അതുകൊണ്ട് അവിടെയാണ് വിസ്കസ് റെസിസ്റ്റൻസ് ഏറ്റവും കൂടുതൽ. സോ ഷിയർ സ്ട്രെസ് വിൽ ബി മാക്സിമം അറ്റ് ദ പൈപ്പ് വാൾ ആൻഡ് മിനിമം അറ്റ് ദ സെന്റർ, വേറാസ് വെലോസിറ്റി ജസ്റ്റ് ഓപ്പോസിറ്റ്. മാക്സിമം അറ്റ് ദ സെന്റർ ആൻഡ് മിനിമം is 0 at the pipe wall due to no slip boundary condition. Laminar means in layers, laminas, layers, systematic organized flow of different fluid layers. So അങ്ങനെയുള്ളതാണ്. So there is no randomness or turbulence in the flow field. It is completely organized one. So അങ്ങനെയുള്ള ഒരു ഫ്ലോ, ഇറ്റ് ഈസ് പ്രെഡിക്റ്റബിൾ പാത്ത് ഒക്കെയാണ് എപ്പോഴും ലാമിനാർ ഫ്ലോയുടെ ആട്രിബ്യൂട്ട് അതാണ്. അപ്പൊ ഹൈലി വിസ്കസ് ലിക്വിഡ്സിന്റെ ഒക്കെ ഓയിൽ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസ് ഒക്കെ വലിയ വെലോസിറ്റിയിലല്ല, റീസണബിളി വെലോസിറ്റി കുറഞ്ഞ ഫ്ലോയൊക്കെ ഈ ലാമിനാർ ഫ്ലോയിൽ പെടും. അതായത് വിസ്കസ് ഫ്ലോ എന്ന് നമ്മൾ വിളിക്കുന്ന ഫ്ലോ ഓഫ് വിസ്കസ് ഫ്ലൂയിഡ്സ്. ഇനി വാട്ടർ എന്ന് പറയുന്നതിന് വിസ്കോസിറ്റി കുറവാണ്, വാട്ടറിന്റെ വിസ്കോസിറ്റി കുറവാണ്. സോ അതുകൊണ്ട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് പലപ്പോഴും നമ്മളത് ഇൻവിസിഡ് ഫ്ലോ ആയിട്ടാണ് എടുക്കുന്നത്. അത് വിസ്കോസിറ്റി ഇല്ലാത്ത ഫ്ലൂയിഡ് ഫ്ലോ ആയിട്ടാണ് വാട്ടറിനെ എടുക്കുന്നത്. സോ ഈവൻ ദോ ഇറ്റ് ഈസ് ഹാവിംഗ് വിസ്കോസിറ്റി, ബട്ട് കമ്പയർഡ് വിത്ത് സേ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസ്, ഇറ്റ്സ് വിസ്കോസിറ്റി റേഞ്ച് ഈസ് ലോ. അങ്ങനെയാണ്. അപ്പോൾ ടർബുലന്റ് ഫ്ലോ എന്ന് പറയുന്നത് ഈ ഓർഡർലിനെസ് ഒന്നും ഇല്ല, റാൻഡംനെസ് കൂടുതലാണ്, ടർബുലൻസ് കൂടുതലാണെന്ന് അർത്ഥം. അതിന്റെ മെയിൻ സിഗ്നേച്ചർ എന്ന് പറയുന്നത്, അതിന്റെ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ മീൻസ് ദ റാൻഡംനെസ് ആൻഡ് സിഗ്സാഗ് മോഷൻ ഓഫ് ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ്, ദാറ്റ് ദോസ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ടേക്ക് അൺപ്രഡിക്റ്റബിൾ പാത്ത്. അപ്പോൾ റെയ്നോൾഡ്സ് നമ്പർ ഈസ് an important non-dimensional number, that is the ratio of inertia force to viscous force. നമ്മൾ പിന്നീട് ഉപയോഗിക്കുന്ന കൂടാണ്. ഇത് ഓർത്തിരിക്കണം. നമ്മളെ ലാസ്റ്റ് മോഡ്യൂളിൽ മോഡൽ ടെസ്റ്റിംഗ്, മോഡൽ അനാലിസിസ് വരുമ്പോൾ വാട്ട് ഈസ് റെയ്നോൾഡ്സ് നമ്പർ എന്നൊക്കെ ഉണ്ടാകാം. അതായത് പ്രോമിനന്റ് ലിസ്റ്റ് ദ പ്രോമിനന്റ് നോൺ ഡയമെൻഷണൽ പാരാമീറ്റേഴ്സ് യൂസ്ഡ് ഇൻ ദ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഓർ ഫ്ലൂയിഡ് ഫ്ലോ പ്രോബ്ലംസ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പറയുന്നത് റെയ്നോൾഡ്സ് നമ്പറാണ്. പിന്നീട് നമുക്ക് ഫ്രൗട്ട് നമ്പർ, വെബർ നമ്പർ, ഓയിലർ നമ്പർ, മാക് നമ്പർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അതില് നമുക്ക് റെയ്നോൾഡ്സ് നമ്പർ ഈസ് ദ റേഷ്യോ ഓഫ് ഇനർഷ്യ ഫോഴ്സ് ടു വിസ്കസ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ flowing fluid. Hereafter, for a pipeline flow, if you want to find out the Reynolds number, then essentially you make use of this expression. ഏതാണത്? rho v d by mu. So rho, then v is the velocity, average velocity of flow, and d is the diameter. ശരിക്കും വേണ്ടത് അവിടെ L ആണ്, characteristic length എന്ന് നമ്മൾ പറയും. So characteristic length in the case of pipeline flow is the diameter. സോ ഒരു ബൗണ്ടറി ലെയർ ഫ്ലോ ആണെങ്കിൽ ലെങ്ത് ആണ് ക്യാരക്ടറിസ്റ്റിക് ഡയമെൻഷൻ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അവിടെ L എന്ന് വരും.
but in this case it is rho Vd, because pipeline flow, the characteristic length of the geometry under consideration is the diameter. So rho Vd by mu. Mu is the absolute or dynamic viscosity of the fluid under consideration. So rho Vd by mu. Remember, V is the average velocity of flow. ഇനി നമുക്ക് മറ്റൊരു important viscosity type viscosity ഉള്ളത്, this kinematic viscosity is the ratio of dynamic viscosity to mass density. So kinematic viscosity nu, force aspect ഒന്നും involved ആകാത്ത ഒരു viscosity part. So resistance to the P of motion alone. The other one is resistance to the shear. So this is the resistance to pore actually. A1 V1 is equal to A2 V2. That is a one-dimensional form of continuity. It can be used when the fluid under consideration is an incompressible one, like liquid. വെള്ളത്തിൻ്റെയൊക്കെ ലിക്വിഡിൻ്റെ ഫ്ലോ ആണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റഡി ഫ്ലോ കേസസിന് എടുക്കാൻ പറ്റുന്നതാ. അപ്പോൾ അണ്ടർ ടു കണ്ടീഷൻസ് വി യൂസ് ദിസ് A1 V1 is equal to A2 V2. എന്താ, വൺ ഡയമെൻഷണൽ സ്റ്റഡി ഫ്ലോ ആയിരിക്കണം. പിന്നെ രണ്ടാമത്തത് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിന്റെ ഫ്ലോ ആയിരിക്കണം, ലൈക്ക് ലിക്വിഡ് ഫ്ലോ ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ A1 V1 is equal to A2 V2, ബിക്കോസ് ശരി ബേസിക്കലി ദാറ്റ് ഈസ് ρ1 A1 V1 is equal to ρ2 A2 V2. അതിൽ റോ കോൺസ്റ്റന്റ് ആകുമ്പോഴാണ് A1 V1 is equal to A2 V2. ഇനി കോൺസ്റ്റന്റ് ഡയമീറ്റർ പൈപ്പാണ് എടുക്കുന്നതെങ്കിലോ, കോൺസ്റ്റന്റ് ഡയമീറ്റർ പൈപ്പ് മീൻ ത്രൂ ഔട്ട് ഇഫ് യു ടേക്ക് എനി സെക്ഷൻ 1 section 2 so the area A1 area A2 respectively at section 1 and 2. In that case, if A1 is equal to A2 is equal to A, naturally the velocity also must be the same. ഒരു ഡയറക്ഷനിലെ ഫ്ലോ ഉള്ളൂ. അപ്പോൾ ആ ഫ്ലോ ഡയറക്ഷനിൽ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ് ഫോർ എ കോൺസ്റ്റന്റ് ഡയമീറ്റർ പൈപ്പ്. And here the consideration is flow is steady. Okay, now let's proceed. നമുക്ക് ഇവിടെ steady, unsteady flow, steady flow, unsteady flow, rotational flow, irrotational flow, then compressible flow, incompressible flow, then one dimensional, two dimensional and three dimensional flows, then laminar flow, turbulent flow, pressure flow and pressureless flow. ഇങ്ങനെ different classification of fluid flow ഉണ്ട്. The lower critical Reynolds number means below which you can guarantee that the flow is purely laminar. So flow through the circular pipe is purely laminar when Reynolds number is less than 2000. Flow through the circular pipes is purely laminar when the Reynolds number of flow is less than 2000. And between 2000 and 4000 നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, രണ്ട് നേച്ചറും കാണാം ഫ്ലോ ത്രൂ കമേഴ്ഷ്യൽ പൈപ്സിൽ. അതായത് ലാമിനാർ നേച്ചറും ടർബുലന്റ് നേച്ചറും കാണാം. അതുകൊണ്ട് ഇറ്റ് റെപ്രസെന്റ്സ് എ ട്രാൻസിഷണൽ സോൺ എന്ന് നമ്മളത് പറയും. ഇനി റെയ്നോൾഡ്സ് നമ്പർ ഗ്രേറ്റർ ദാൻ 4000 ആണെങ്കിൽ ഫോർ പ്രാക്ടിക്കൽ പർപ്പസസ് യു ക്യാൻ ട്രീറ്റ് ദ ഫ്ലോ ടു ബി ടർബുലന്റ്. ഫ്ലോ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസസ് എന്തൊക്കെയാണ്? സോ ഫ്ലോ റേറ്റ്, ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫ്ലോ മെഷർമെന്റ് എന്ന് പറയുന്നത് ഡിസ്ചാർജിനെ ഉദ്ദേശിക്കുന്ന വോളിയം ഫ്ലോ റേറ്റ്, എത്ര ലിറ്റർ ലിക്വിഡ് ഓരോ സെക്കൻഡിലും കടന്നു പോകുന്നു. അത് പല യൂണിറ്റ് ഉണ്ട്, ലിറ്റേഴ്സ് പെർ അവർ ആകാം, കിലോ ലിറ്റേഴ്സ് പെർ അവർ. കിലോ ലിറ്ററിനെയാണ് മീറ്റർ ക്യൂബ് എന്ന് വിളിക്കുന്നത്. അതായത് 1000 liters ഈസ് 1 meter cube. ഓർക്കണം, നമ്മൾ പലപ്പോഴും ഇത് ഡീൽ ചെയ്തിട്ടുള്ളതാ. സോ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്, ഇറ്റ്സ് എ ബിഗ് യൂണിറ്റ്. ഇൻഫാക്ട് യു നോ ദാറ്റ്. So convergent portion, then constant diameter minimum area portion called throat, and then the divergent portion. But divergent ന്റെ ആവശ്യം എന്താ? പൈപ്പ് ലൈനിനെ നമ്മളിത് പൈപ്പ് ലൈനിൽ ഇടയ്ക്ക് കട്ട് ചെയ്തിട്ടായിരിക്കും ഈ പീസ് ഇൻസേർട്ട് ചെയ്യുന്നത്, ഫ്ലാഞ്ചസ് ഒക്കെ ഉപയോഗിച്ചിട്ട്. എന്ന് വെച്ചാൽ ഒരു കൺവേർജന്റ് ഡൈവേർജന്റ് സെക്ഷൻ ഉള്ള ഒരു ഡിവൈസ്. ഈ ഡിവൈസിനെയാണ് നമ്മൾ വെഞ്ചുറി മീറ്റർ എന്ന് വിളിക്കുന്നത്. യൂഷ്വലി കൺവേർജന്റ് പോർഷൻ വിൽ ബി ഷോർട്ടർ ദാൻ ദ ഡൈവേർജന്റ് പോർഷൻ. ഡൈവേർജന്റ് പോർഷൻ ആയിരിക്കും ലെങ്ത് കൂടുതൽ. അതായത് ഫ്ലോയെ ഇങ്ങനെ സ്റ്റെബിലൈസ് ചെയ്ത് സെപ്പറേഷൻ ഇഫക്റ്റ് ഒന്നും ഇല്ലാതെ റിസ്റ്റോർ ചെയ്യാൻ, പ്രഷർ ലോസസ് അധികം ഇല്ലാതെ റിസ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഡൈവേർജിങ് പോർഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മെയ്ഡ് ലോങ്ങർ. വെഞ്ചുറി മീറ്റർ ഈസ് വൺ സച്ച് ഡിവൈസ് ഫോർ മേക്കിംഗ് ഡിസ്ചാർജ് മെഷർമെന്റ്, വിച്ച് ഇസ് ദ അതർ വൺ സേ ഒറിഫൈസ് മീറ്റർ. ഒറിഫൈസ് പ്ലേറ്റ് അകത്ത് ഇൻസേർട്ട് ചെയ്യുന്നു. ഒറിഫൈസ് പ്ലേറ്റ് മീൻസ് എ പ്ലേറ്റ് ഹാവിങ് എ സർക്കുലർ ഹോൾ ഓർ ഒറിഫൈസ്. വെഞ്ചുറി മീറ്ററിനെ അപേക്ഷിച്ച് ഈ ഒറിഫൈസ് മീറ്ററിനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ ആൻഡ് ഇറ്റ്സ് ഇൻസ്റ്റലേഷൻ ഈസ് ഈസി ആൻഡ് ഇറ്റ് ഈസ് എ ചീപ്പർ ഡിവൈസ്, ചീപ്പർ മെഷറിംഗ് ഡിവൈസ് കമ്പയർഡ് ടു വെഞ്ചുറി മീറ്റർ. ബട്ട് വേറാസ് വെഞ്ചുറി മീറ്റർ ഈസ് കോസ്റ്റ്ലി. അതിന്റെ ഇൻസ്റ്റലേഷൻ അത്ര ഈസി അല്ല, കാരണം പൈപ്പ് ലൈനിൽ ഒരു സർട്ടൻ ലെങ്ത് ഒക്കെ കട്ട് ചെയ്യേണ്ടി വരും. സോ ഇൻസ്റ്റലേഷൻ ആൻഡ് the its cost is higher, but at the same time advantage side of Venturi ennu parnja, it is highly accurate. So energy losses in the flow will be minimum. Disturbance allengil energy losses will be minimum when you make use of a Venturi meter.
ഓക്കെ, അപ്പൊ അത് വെഞ്ചുറി മീറ്ററിന്റെ ഒരു പ്രത്യേകത. അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ദാറ്റ് വിൽ ബി മാക്സിമം. So it's nearly 1. So there is, what is coefficient of discharge? That is the next question. This one, CD. So what is CD? It is a ratio of actual discharge to the theoretical discharge. എങ്ങനെ theoretical discharge കണ്ടുപിടിക്കണേ? By making use of an equation we derived. ഇപ്പൊ ബെർണോളീസ് ഇക്വേഷന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ എടുത്തു പറയുന്ന ഡിവൈസസ് ഏതെങ്കിലും പറഞ്ഞു തരാൻ പറഞ്ഞാൽ ഉടനെ നമുക്ക് ഇതൊക്കെ പറയാം. വെഞ്ചുറി മീറ്റർ ആൻഡ് ഒറിഫൈസ് മീറ്റർ, ദെൻ എ ഫ്ലോ നോസിൽ എന്ന് പറഞ്ഞ ഒരു ഡിവൈസും ഒക്കെ ഈ ഫ്ലോ മെഷറിംഗ് ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വെലോസിറ്റി മെഷർ ചെയ്യാനായിട്ട് വി ക്യാൻ യൂസ് പിറ്റോഡ് ട്യൂബ്. പിറ്റോഡ് ട്യൂബ് ഇസ് വെലോസിറ്റി മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. വെഞ്ചുറി മീറ്റർ, ഒറിഫൈസ് മീറ്റർ, ഫ്ലോ നോസിൽ, they are flow rate or discharge measuring instruments. All these devices are making use of Bernoulli's theorem, or Bernoulli's equation or Bernoulli's theorem finds application in all these measuring devices. ഇവിടെ വെഞ്ചുറി മീറ്റർ ഉപയോഗിച്ച് ഫ്ലോ മെഷർമെന്റ് നടത്തുന്നത് എങ്ങനെയാണെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്. പൈപ്പ് ലൈനിൽ ഇത് ഇൻസേർട്ട് ചെയ്യുമ്പം ഒരു കൺവേർജിങ് പോർഷനിലൂടെ ഫ്ലോ കടന്നു പോകും. അങ്ങനെ കടന്നു പോകുമ്പം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയും. സോ A1 എന്ന് പറയുന്നത് ഇസ് ഗ്രേറ്റർ ദാൻ A2. A2 എന്ന് പറഞ്ഞാൽ ഏരിയ അറ്റ് ദ ത്രോട്ട് എന്ന് ഓർത്തിരിക്കണം. ഏരിയ അറ്റ് ദ മിനിമം ഏരിയ ഉള്ള പോർഷനെയാണ് ത്രോട്ട് എന്ന് വിളിക്കുന്നത്. സോ A2 ഈസ് ലെസ് ദാൻ A1. അപ്പൊ അതുകൊണ്ട് നാച്ചുറലി A1 V1 ഇസ് ഈക്വൽ ടു A2 V2. അതാണല്ലോ ഫ്ലോ റേറ്റ്. അത് സാറ്റിസ്ഫൈ ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ വെലോസിറ്റി അറ്റ് 2 മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ വെലോസിറ്റി അറ്റ് 1. സോ ഏരിയ കുറഞ്ഞ ഭാഗത്ത് വെലോസിറ്റി കൂടുന്നു. ഇനി ബെർണോളീസ് ഇക്വേഷൻ, പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് ഡേറ്റം ഓർ പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ബേസ്ഡ് ഓൺ അസംഷൻസ് ഉണ്ട്. ഫ്ലോ 1 ഡയമെൻഷണൽസ്, ഇത് സ്റ്റഡി ആണ്, ഇറോട്ടേഷണൽ ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. ഇൻകംപ്രസിബിൾ ആണ്, അങ്ങനെയൊക്കെ ആണെങ്കിലേ നമ്മൾ ആ ഫോമാറ്റിൽ പറയാൻ പറ്റുള്ളൂ. സോ ബെർണോളീസ് ഇക്വേഷന്റെ അസംഷൻസ് ഓർ ലിമിറ്റേഷൻസ് എന്നൊക്കെ ചോദിക്കുമ്പോഴും നമ്മൾ ആൻസർ ചെയ്യണം. ഞാനിപ്പോൾ അതിലോട്ട് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നില്ല. സോ ബെർണോളീസ് ഇക്വേഷൻ വെച്ച് ഇവിടെ ഇപ്പോൾ ഇത് ഹൊറിസോണ്ടൽ വെഞ്ചുറി മീറ്റർ, അപ്പം ഡേറ്റത്തിന് അല്ലെ പൊട്ടൻഷ്യൽ ഹൈറ്റ് കൊണ്ടുണ്ടാകുന്ന എനർജി വേരിയേഷന് സ്ഥാനമില്ല. കാരണം വെഞ്ചുറി ഈസ് ഹൊറിസോണ്ടൽ. ഇഫ് വെഞ്ചുറി ഈസ് ഇൻക്ലൈൻഡ് വൺ, then the effect of datum head or potential head will come into picture. അപ്പൊ ഇവിടെ ഡേറ്റം ഹെഡിന് സ്ഥാനമില്ല. അപ്പൊ രണ്ട് എനർജി നോക്കിയാൽ മതി, പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. സോ പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഓർ പ്രഷർ ഹെഡ് പ്ലസ് കൈനറ്റിക് ഹെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ളതാ. അപ്പോൾ ഒരിടത്ത് വെലോസിറ്റി കുറഞ്ഞെന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഏരിയ കുറവായതുകൊണ്ട് വെലോസിറ്റി കൂടും ത്രോട്ടില്. ഇവിടെ ഇൻലെറ്റിൽ ഏരിയ കൂടുതലാണ്, അവിടെ വെലോസിറ്റി കുറവാണ്. അപ്പൊ അതുകൊണ്ട് വെലോസിറ്റി കുറഞ്ഞ ഭാഗത്ത് പ്രഷർ കോമ്പൻസേറ്റ് ചെയ്തേ പറ്റൂ, കാരണം ടോട്ടൽ എനർജി മസ്റ്റ് ബി സെയിം. സോ ഇൻലെറ്റിൽ പ്രഷർ കൂടുതലും പ്രഷർ എനർജി കൂടുതലും കൈനറ്റിക് എനർജി കുറവുമാണ്. ത്രോട്ടിൽ കൈനറ്റിക് എനർജി കൂടുതലും പ്രഷർ എനർജി കുറവുമാണ്. സോ വൈൽ ഫ്ലോയിങ് ത്രൂ ദിസ് കൺവേർജന്റ് പോർഷൻ, ഫ്ലോ അണ്ടർഗോസ് എ പ്രഷർ ഡ്രോപ്പ് ഓർ എക്സ്പീരിയൻസസ് എ പ്രഷർ ഡ്രോപ്പ്. അപ്പൊ ഫ്ലോയ്ക്ക് ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകും. കൈനറ്റിക് എനർജി കൂടുന്നത് കൊണ്ടാണ് ആ പ്രഷർ എനർജി കുറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ പ്രഷർ ഡ്രോപ്പിനെ മെഷർ ചെയ്തുകൊണ്ട് നമുക്ക് ഡിസ്ചാർജ് മെഷർ ചെയ്യാം. ആ പ്രഷർ ഡ്രോപ്പിനെ എങ്ങനെ മെഷർ ചെയ്യും എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടുത്തെ പ്രഷർ P1, ഈ ത്രോട്ടിലെ പ്രഷർ P2. അപ്പൊ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ബൈ മേക്കിംഗ് യൂസ് ഓഫ് എ ഡിവൈസ് കോൾഡ് മാനോമീറ്റർ, ഓർ യു ക്യാൻ മേക്ക് യൂസ് ഓഫ് മെക്കാനിക്കൽ പ്രഷർ ഗേജസ്. നമ്മുടെ ബോർഡൻ ട്യൂബ് പ്രഷർ ഗേജ്, ഒരു പ്രഷർ ഗേജ് 1ലും മറ്റൊരു പ്രഷർ ഗേജ് 2ലും, അതായത് ത്രോട്ടിലും ഇൻലെറ്റിലും പൈപ്പിന്റെ ഇൻലെറ്റിലും കൊടുത്താൽ മതി. വെഞ്ചുറിയിലേക്ക് കയറുന്നിടത്ത് ഇൻലെറ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇൻലെറ്റ് ഓഫ് ദ വെഞ്ചുറി ആൻഡ് ദ ത്രോട്ട് ഓഫ് ദ വെഞ്ചുറി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് രണ്ട് പ്രഷർ ഗേജ് കൊടുത്താൽ P1ഉം P2ഉം കിട്ടും. ആ P1 മൈനസ് P2 ഡിവൈഡഡ് ബൈ ρg എന്നുള്ളതാണ് ഈ H എന്ന് പറയുന്നത്. H ഏതാണ്? ഡിഫറൻഷ്യൽ പ്രഷർ ഹെഡ്. സോ ഡിഫറൻഷ്യൽ പ്രഷർ ഹെഡ് ഓർ പ്രഷർ ഡ്രോപ്പ് in the flow from the inlet 11 to the throat 22 of the venturi meter is small h. ആ small h എന്താണ്? That is equal to P1 minus P2 divided by ρg. If ഒരു കണ്ടീഷൻ ഉണ്ട്, if the venturi meter is horizontal. If the venturi meter is inclined, then the datum head ന്റെ എഫക്റ്റും കൂടെ അതിൽ വരും. ഡിസ്ചാർജ്, തിയറിറ്റിക്കൽ ഡിസ്ചാർജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? A1 A2 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2gh. ഇതിൽ ഏതൊക്കെയാ കോൺസ്റ്റന്റ് എന്നറിയോ? A1 കോൺസ്റ്റന്റ്, A2 കോൺസ്റ്റന്റ്, ദെൻ റൂട്ട് ഓഫ് 2g, അത്രയും പാർട്ട് കോൺസ്റ്റന്റ്. ശരിക്കും പറഞ്ഞാൽ മെഷർ ചെയ്യേണ്ടത് ഈ H എന്ന് പറയുന്ന സാധനം മാത്രം. H എന്താണ്? ഡിഫറൻഷ്യൽ പ്രഷർ ഹെഡ് ഇൻ ടേംസ് ഓഫ് മീറ്റേഴ്സ് ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡ്. ഹൊറിസോണ്ടൽ വെഞ്ചുറിയാണ് ഇപ്പൊ എടുക്കുന്നത്. ഇൻക്ലൈൻഡ് വെഞ്ചുറിയുടെ പ്രോബ്ലംസ് നമ്മളോട് ചോദിക്കും. അപ്പൊ ഡേറ്റം ഹെഡിന്റെ ഇഫക്റ്റ് Z1 Z2
വെഞ്ചുറി ബെർണോളീസ് ഇക്വേഷനിലുള്ള Z1 Z2ന്റെ ഇഫക്റ്റും കൂടെ ഈ പ്രഷർ ഡിഫറൻഷ്യൽ പ്രഷർ ഹെഡ് ഏതാണ് സ്മോൾ h അതിൽ നമ്മൾ ഉൾപ്പെടുത്തും. അത് ഓർത്തിരിക്കണം. ഇപ്പോൾ ആക്ച്വൽ ഡിസ്ചാർജ് is equal to CD coefficient of discharge into theoretical discharge. So CD coefficient of discharge into theoretical discharge. Theoretical discharge is found out by this equation. Therefore actual discharge എപ്പോഴും കാണാൻ വേണ്ടി CD into എന്താണ് theoretical discharge A1 A2 divided by root of A1 square minus A2 square into root of 2GH. ഇനി H എങ്ങനെ കിട്ടും എന്നുള്ളത് ഞാൻ ഹൊറിസോണ്ടൽ വെഞ്ചുറി ആണെങ്കിൽ പ്രഷർ ഗേജ് P1 P2 പ്രഷർ അവൈലബിൾ ആണെങ്കിൽ P1 മൈനസ് P2 ഡിവൈഡഡ് ബൈ റോ G എന്ന് പറയാം. റോ എന്താണ്? ഡെൻസിറ്റി ഓഫ് ദ ഫ്ലോയിങ് ഫ്ലൂയിഡ്. പക്ഷേ സാധാരണ കേസിൽ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ലാബിലൊക്കെ ചെയ്യുന്നത് പ്രഷർ ഗേജ് മിക്കവാറും കാണില്ല, ചിലപ്പം മാനോമീറ്ററേ കാണുള്ളൂ. ഇപ്പം വെള്ളമാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഇവിടെ താഴെ വെഞ്ചുറി അല്ല, ഇവിടെ ഇത് ഒറിഫൈസ് മീറ്റർ ആണ്. അതിൽ ഇവിടെ ഞാനൊരു മാനോമീറ്റർ ഉപയോഗിച്ചിരിക്കുന്നുണ്ട്, റെഗുലർ മാനോമീറ്റർ. ഈ റെഗുലർ മാനോമീറ്റർ എന്ന് പറയുമ്പോൾ വാട്ടർ ആണ് അല്ലെങ്കിൽ ഓയിലാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ യു ക്യാൻ മേക്ക് യൂസ് ഓഫ് എ ഡെൻസർ ഫ്ലൂയിഡ് ലൈക്ക് മെർക്കുറി ആസ് ദി മാനോമെട്രിക് ഫ്ലൂയിഡ്. മാനോമെട്രിക് ഫ്ലൂയിഡ് ആയിട്ട് മെർക്കുറിയെ ഉപയോഗിക്കാം. ഒരു യൂട്യൂബ് മാനോമീറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, നോട്ട് ഇൻവേർട്ടഡ് ടൈപ്പ് ഉപയോഗിക്കാം. ഇനി ഇൻവേർട്ടഡ് ടൈപ്പ് ഉപയോഗിക്കുന്നത് ലെസ് ഡെൻസിറ്റി ഉള്ള മാനോമെട്രിക് ലിക്വിഡ് ഉപയോഗിക്കുകയാണെങ്കിൽ മാനോമീറ്ററിനകത്തുള്ള ലിക്വിഡായിട്ട് റെഫറൻസ് ലിക്വിഡ് വേണം. അത് ഇപ്പൊ റെഗുലർ വണ്ണിലാണെങ്കിൽ ഡെൻസർ ഫ്ലൂയിഡ് ദാൻ ദ വൺ വിച്ച് ഈസ് ഫ്ലോയിങ് അതാണ് എടുക്കുന്നത്. പക്ഷേ ഇൻവേർട്ടഡ് മാനോമീറ്റർ ആണെങ്കിൽ ഡെൻസിറ്റി കുറഞ്ഞ ഫ്ലൂയിഡ് ആണ് മാനോമെട്രിക് ഫ്ലൂയിഡ് ആയിട്ട് എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ സാധാരണഗതിയിൽ ഈ പ്രോബ്ലത്തിൽ മെർക്കുറി ഓയിൽ ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലൂടെ ഒഴുകുന്നത് ഓയിലാണ്. ഒരു മാനോമീറ്റർ ആണ് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ എന്തിനാണ് മാനോമീറ്റർ ഉപയോഗിക്കുന്നത്? ഡിഫറൻഷ്യൽ പ്രഷർ ഹെഡ്, ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രഷർ ഹെഡ്സ് അറ്റ് 1 and 2 മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. So either you can use a pressure gauge or a manometer. Pressure gauge യൂസ് ചെയ്യണമെങ്കിൽ P1 P2 നേരിട്ട് കിട്ടും. അപ്പം P1 minus P2 divided by rho G എന്ന് എടുത്താൽ മതി, provided this instrument is horizontal. അല്ലെങ്കിൽ ഡേറ്റം ഹെഡിന്റെ ഇഫക്റ്റ് Z1 Z2 കൂടെ എടുക്കേണ്ടി വരും. പൈപ്പ് ലൈനിലൂടെ ലിക്വിഡ് ഒഴുകുമ്പം ഒരു ഹോള് വെച്ചിട്ടുള്ള ഒരു പ്ലേറ്റ് ഇടയ്ക്ക് ഇൻസേർട്ട് ചെയ്ത് എന്ത് പറ്റുമെന്നറിയോ? ഈ ഫ്ലോ ഇതിന്റെ വിസിനിറ്റിയിൽ എത്തുമ്പം ഫ്ലോ വിൽ കൺവേർജ്. സോ ഫ്ലോ വിൽ കൺവേർജ്, ആക്ച്വലി ഇങ്ങനെ കൺവേർജ് ചെയ്ത് പോകും. ഫ്ലോ ഇങ്ങനെ ഇപ്പൊ ഞാൻ ഈ ഡോട്ടഡ് ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഫ്ലോ വിൽ ടേക്ക് ദിസ് പാത്ത് ഇൻ ദ വിസിനിറ്റി ഓഫ് ദി ഒറിഫൈസ് പ്ലേറ്റ്. ഒറിഫൈസ് പ്ലേറ്റിന് അടുത്തെത്തുമ്പോൾ ഫ്ലോ ഇങ്ങനെ കൺവേർജ് ചെയ്ത് പോവും. അപ്പൊ ഇതിനിടയ്ക്ക് ഇവിടെ ഈ ഭാഗത്തൊക്കെ വോർട്ടിസസ് എഡീസ് ഒക്കെ ഫോം ചെയ്യും. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു കൺവേർജൻസ് വന്നാൽ ഫ്ലോയിൽ എനർജി ലോസ് വരും. സോ ഒറിഫൈസ് പ്ലേറ്റിൽ ഈ എനർജി ലോസ് ഇനെവിറ്റബിൾ ആണ് ബിക്കോസ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് എഡീസ് ആൻഡ് ഓൾ. ഒറിഫൈസിലൂടെ സുഷിരത്തിലൂടെ ഫ്ലോ കടന്നു പോകുമ്പം സ്ട്രീം ലൈൻസ് കൺവേർജ് ചെയ്യാൻ തുടങ്ങും. കൺവേർജ് ചെയ്യുന്നത് മാക്സിമത്തിൽ എത്തുന്നത് അല്ലെങ്കിൽ ഏരിയ ഓഫ് സെക്ഷൻ ഓഫ് ഫ്ലോ മിനിമം ആകുന്നത് ദാറ്റ് ഈസ് അറ്റ് എ സെക്ഷൻ എഹെഡ് ഓഫ് ദ ഒറിഫൈസ്, എഹെഡ് ഓഫ് ദ ഹോൾ. ആ പ്ലെയിനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വീന കോൺട്രാക്റ്റ. കൺവേർജൻസ് ഓഫ് സ്ട്രീം ലൈൻസ് ഈസ് മാക്സിമം അറ്റ് ദ വീന കോൺട്രാക്റ്റ ആൻഡ് വേർ ദ വെലോസിറ്റി ഈസ് തിയറിറ്റിക്കലി മാക്സിമം. സോ തിയറിറ്റിക്കൽ വെലോസിറ്റി ഇല്ലേ, ഫ്ലോയുടെ വെലോസിറ്റി ഏറ്റവും മാക്സിമം ആവുന്ന അവിടെയാണ് അറ്റ് ദ വീന കോൺട്രാക്റ്റ. അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. ഒറിഫൈസ് മീറ്റർ വിത്ത് ഒറിഫൈസ് ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഇൻസേർട്ടഡ് ഇൻ എ പൈപ്പ് ലൈൻ 30 cm diameter. Pressure difference measured by mercury oil differential manometer on the two sides of the orifice meter gives a reading of 50 centimeters of mercury. Find the rate of flow of oil. Rate of flow means discharge. വോളിയം ഫ്ലോ റേറ്റ് ഇത്ര മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കണം. ആ ഒഴുകുന്ന ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 ആണ്. when the coefficient of discharge of the orifice meter is 0.64. ഇവിടെ ഒരു മാനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. പൈപ്പിലൂടെ ഒഴുകുന്നത് ഓയിലാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി 0.9. സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അതിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാനാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ആയിട്ട് ഇൻ ദ കേസ് ഓഫ് ലിക്വിഡ്സ് എടുക്കുന്നത് വാട്ടറിനെയാണ്. അപ്പോൾ വാട്ടർ പൊസസസ് മാക്സിമം ഡെൻസിറ്റി ഓഫ് 1000. നമ്മൾ 1000 എടുക്കുന്നു അറ്റ് 4 degrees Celsius. സോ മാക്സിമം ഡെൻസിറ്റി ഓഫ് വാട്ടർ, പ്യൂർ വാട്ടർ അറ്റ് 4 degrees Celsius ഈസ് ടേക്കൺ ആസ് ദ റെഫറൻസ്. അപ്പോൾ 1000 kg/m3, ദാറ്റ് ഈസ് ദ റെഫറൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെൻസിറ്റി ഓഫ് ഓയിൽ, സ്പെസിഫിക് ഗ്രാവിറ്റി ഇനി അങ്ങോട്ട് എപ്പോഴും ഓർത്ത് വയ്ക്കുക. സ്പെസിഫിക് ഗ്രാവിറ്റി തന്നാൽ അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ തന്നിരിക്കുന്ന ഫ്ലൂയിഡിന്റെ മാസ് ഡെൻസിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. സോ ഡെൻസിറ്റി ഓഫ് ഓയിൽ ഹിയർ ഈസ് ഡെൻസിറ്റി ഓഫ് specific gravity of oil multiplied by 1000. 0.9 into 1000, that is 900.
സോ സ്പെസിഫിക് ഗ്രാവിറ്റി 1-നേക്കാളും കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം വാട്ടറിനേക്കാളും ലെസ് ഡെൻസർ ആണ്, ഡെൻസിറ്റി കുറവാണ്. സോ ഇറ്റ് ഈസ് 900 kg/m³ ഈസ് ദ ഡെൻസിറ്റി ഓഫ് ദ ഓയിൽ ഫ്ലോയിങ് ത്രൂ ദിസ് പൈപ്പ് ലൈൻ ഇൻ വിച്ച് we fix an orifice meter for the flow rate measurement. ഓക്കെ, അപ്പൊ ഇനിയിപ്പോൾ നമ്മളിവിടെ ഒരു മാനോമീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. മാനോമീറ്ററിലൂടെ മെർക്കുറിയാണ് ഒഴുകുന്നത്. മെർക്കുറിയുടെ ഡെൻസിറ്റി അത് നമ്മളെ മൈൻഡിൽ ഉണ്ടാവണം, അത് പ്രത്യേകിച്ച് തരണമെന്നില്ല. അപ്പൊ ഡെൻസിറ്റി ഓഫ് മെർക്കുറി എവിടെ ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 13.6 ആണെന്ന് അറിയണം. ഈക്വൽ വോളിയംസ് ഓഫ് വാട്ടർ ആൻഡ് മെർക്കുറി എടുക്കുകയാണെങ്കിൽ മെർക്കുറി വിൽ ബി 13.6 ടൈംസ് ഹെവിയർ ദാൻ ദാറ്റ് ഓഫ് പ്യുവർ വാട്ടർ. സോ റോ ഓഫ് മെർക്കുറി എന്ന് പറയുന്നത് 13,600 kg/m³. ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, സോ ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി പല വലിയ മെറ്റൽസിന്റെ ഡെൻസിറ്റി കൂടിയ മെറ്റൽസിന്റെ അടുത്ത് സ്റ്റീലിന്റെ ഡെൻസിറ്റിയെക്കാളും കൂടിയ ഡെൻസിറ്റിയാണ് ലിക്വിഡ് ആയിട്ടുള്ള മെർക്കുറിയുടേത് എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. ആൻഡ് സ്റ്റീൽ ഹാസ് ഡെൻസിറ്റി ഇൻ ദ റേഞ്ച് ഓഫ് 7,000-8,000 kg/m³. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമുക്ക് ഓർത്ത് വെക്കേണ്ടത്. ഈവൻ ദ ലെഡ് 11,500 kg/m³. ലെഡിനേക്കാളും ഡെൻസിറ്റി കൂടിയതാ മെർക്കുറി. ഓക്കെ, ഇതിന്റെ മുകളിലോട്ടൊക്കെ ഉള്ളത് നമുക്ക് പ്ലാറ്റിനവും ടങ്സ്റ്റനും ഗോൾഡും ഒക്കെ ഉള്ളൂ. ഇതിന്റെ മേളിൽ, അതായത് 13,600 മേളിലോട്ടുള്ള നമുക്കറിയാവുന്ന മെറ്റൽസ് ഞാൻ പറഞ്ഞ മെർക്കുറി മാനോമീറ്ററിന്റെ ഈ ലിംബ്, ലെഫ്റ്റ് ലിംബ് കണക്ട് ചെയ്തിരിക്കുന്നത് പ്രഷർ കൂടിയ ഭാഗത്താണ്. അപ്പൊ അവിടുന്ന് മെർക്കുറിയെ അങ്ങ് താഴേക്ക് തള്ളും. അപ്പം ഡെഫിനറ്റ്ലി ദാറ്റ് മീൻസ് the mercury level in the left limb will be lowered. പ്രഷർ കൂടിയത് ഏത് ലിംബിലാണോ ആ ഭാഗത്തുള്ള ലിക്വിഡ് ലെവൽ വേണം താഴേക്ക് പോകാൻ, റെഗുലർ ടൈപ്പിൽ, നോട്ട് ഇൻ ദ ഇൻവേർട്ടഡ് ടൈപ്പ്. ഓക്കെ, ആൻഡ് ഇവിടെ ആണെങ്കിൽ മെർക്കുറി ലെവൽ ഉയർന്നു നിൽക്കും. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ പ്രഷർ കുറവാണ്. ആൻഡ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എക്സ് എന്നുള്ളതാണ്. പക്ഷേ എക്സ് എടുക്കുമ്പം ഈ റീഡിംഗ് ആണ് നമ്മൾ ലാബിൽ നിന്നൊക്കെ മെഷർ ചെയ്യുന്നത്. ഈ എക്സ് പക്ഷേ എന്ത് കിട്ടും? സം സെന്റിമീറ്റേഴ്സ് ഓഫ് മെർക്കുറിയാണ് കിട്ടുന്നത്, സം സെന്റിമീറ്റേഴ്സ് ഓഫ് മാനോമെട്രിക് ഫ്ലൂയിഡ്. അപ്പൊ ഇവിടുത്തെ മാനോമെട്രിക് ഫ്ലൂയിഡ് ഏതാണ്? മെർക്കുറിയാണ്. സോ എക്സ് അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് 50 സെന്റിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി, അതാ തന്നിരിക്കുന്നത്. നമ്മൾ എങ്ങനെ അതിനെ ഈ ഫോർമുലയിൽ ഉപയോഗിക്കുമ്പം, അതായത് ഈ ഇക്വേഷനിലേക്ക് A1A2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1² മൈനസ് A2² ഇൻറ്റു റൂട്ട് ഓഫ് 2GH, അതിൽ എച്ച് കണ്ടുപിടിക്കണം. ആ എച്ച് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ പ്രഷർ ഹെഡ് ഇൻ ടേംസ് ഓഫ് മീറ്റേഴ്സ് ഓഫ് ദ ഫ്ലോയിങ് ഫ്ലൂയിഡ് ആണ്. H is equal to X into regular type of manometers, X into rho m by rho minus 1. Okay, so H is equal to X into rho m by rho minus 1. So 0.5 into 13,600 by 900 minus 1. You will get a value. So that will be greater than 0.5. So ഇവിടെ H എന്ന് പറയുന്നത് കിട്ടും. ഇനി അടുത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. റോ എം എന്താണ്? 13,600. ഇവിടെ മെർക്കുറി ആയതുകൊണ്ട് അതിന്റെ ഡെൻസിറ്റി ഞാൻ പറഞ്ഞു അത്രയും kg/m³ ആണ്. ഇനി ഇവിടുത്തെ ഫോർമുല എന്താ? ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്ന ആക്ച്വൽ ഡിസ്ചാർജ് ആണ് CD into theoretical discharge. And this portion gives the theoretical discharge value. So CD into A1 A2 എന്നുള്ളതിന് വരെ A0 ഇട്ടാൽ മാത്രം മതി. വെഞ്ചുറി മീറ്റർ ഇതും തമ്മിലുള്ള ഡിഫറൻസ് അത്രയും ഓർത്താൽ മതി. സോ A1 A0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1² മൈനസ് A0² ഇൻറ്റു റൂട്ട് ഓഫ് 2GH. H എങ്ങനെ കിട്ടി? X ഇൻറ്റു റോ എം ബൈ റോ മൈനസ് 1. ഇതെല്ലാം മീറ്റേഴ്സിലായിരിക്കണം ഈ ഡിസ്റ്റൻസുകളൊക്കെ എടുക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഏരിയ സ്ക്വയർ മീറ്ററിലായിരിക്കണം, ഡയമീറ്റർ മീറ്റേഴ്സിൽ എടുക്കണം. ഇനി CD വാല്യൂ ഓഫ് ദ ഓറിഫൈസ് കണ്ടോ? 0.64 ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. 0.62, 0.64, 0.60 to 0.64 ആണ് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഓഫ് ദി orifice meter, whereas for a venturi it is higher, very close to 1. Coefficient of discharge of orifice meter CD 0.64. A1 A0 അറിയാം. A1 π/4 D1². D1 എന്താണ്? ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് തന്നെ. ഇവിടെ 0.3 മീറ്റർ ആണ് ഈ കേസിൽ. ഡയമീറ്റർ ഓഫ് ദ orifice 0.15 ആണ്. അപ്പൊ π/4 into 0.15² എടുത്താൽ A0 കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനി ഇതുപോലൊരു ക്വസ്റ്റ്യൻ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതാണ്? വെരി സിമ്പിൾ ആൻഡ് ഡയറക്റ്റ്. ആൻഡ് ഡയറക്റ്റ് ഇൻ ദ സെൻസ് വെഞ്ചുറി മീറ്റർ ആണെന്നേ ഉള്ളൂ. ആൻഡ് കാൽക്കുലേറ്റ് ദ ഡിസ്ചാർജ് ഓഫ് ദ ഓയിൽ. ഇവിടെ ആണെങ്കിൽ ആകെ ഒരു ഡിഫറൻസ് പറയട്ടെ, ഇത് വെഞ്ചുറി മീറ്റർ ആണെന്നും ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് 0.98 ആണ്. പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓയിൽ ഫ്ലോയിങ് ത്രൂ ദ പൈപ്പ് ലൈൻ ദാറ്റ് ഈസ് 0.8. നേരത്തെ പ്രോബ്ലത്തിൽ 0.9 ആയിരുന്നു, ഇത് 0.8. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ഓയിൽ ഹിയർ ഈസ് സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ. So 0.8 into 1000, that is 800 kg/m³ is the density of oil in this case. So H is equal to X into X ഇവിടെ 0.5 വരെ ഈ ക്വസ്റ്റ്യനിൽ 0.25 ആണെന്നേ ഉള്ളൂ. 0.25
then into rho m by rho 13,600 by ഇവിടുത്തെ ഈ കേസിൽ ഡെൻസിറ്റി ഓഫ് ഓയിൽ എന്ന് പറയുന്ന കുറവാണ്. അവിടെ 900 ആകുമ്പോൾ ഇവിടെ 800 ഉള്ളൂ. കാരണം സ്പെസിഫിക് ഗ്രാവിറ്റി ഹിയർ ഈസ് 0.8 into 1000 ദാറ്റ് ഈസ് 800 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അത് ഇട്ട് കൊടുക്കണം. അപ്പോൾ എച്ച് കിട്ടും. ദെൻ ഡയറക്റ്റ് ബാക്കി എല്ലാം സ്ട്രേറ്റ് ഫോർവേഡ്. എന്താണെന്നറിയോ, ആകെ ഒരു വേരിയേഷൻ സി ഡിയുടെ വാല്യൂ എന്ത് വരും 0.98. ദെൻ A1 A0 ഇവിടുത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇട്ട് കൊടുക്കുക. A0 അല്ല A2 എന്ന് ഇടണം. ബിക്കോസ് ഏരിയ ഓഫ് ദ സെക്ഷൻ 2 എന്ന്, അതായത് ഏരിയ ഓഫ് ദ ത്രോട്ട് ആണ്. ഇത് ഏരിയ ഓഫ് ദ ഒറിഫൈസ് ആണ് വെഞ്ചുറിയുടെ കേസിൽ, ഒറിഫൈസ് മീറ്ററിന്റെ കേസിൽ. ഞാൻ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പറയാൻ ശ്രമിച്ചതാ, വെഞ്ചുറി മീറ്ററും ഒറിഫൈസ് മീറ്ററും വിത്ത് ദ കമ്പാരിസൺ.